നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ? വളരെ ഉത്കണ്ഠയിലാണോ? എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനായി ഒരു ബ്രീതിങ് ചലഞ്ചുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. 7 days ബ്രീതിങ് ചലഞ്ച്. ഇതിൽ നിങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ബ്രീതിങ് ടെക്നിക്സും ദിവസത്തിൽ എത്ര പ്രാവശ്യം വീതം പ്രാക്ടീസ് ചെയ്യണമെന്നും പറയുന്നതാണ്. ഒപ്പം തന്നെ ഈ 7 ബ്രീതിങ് ടെക്നിക്സ് അടങ്ങിയ PDF താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ 7 ദിവസവും ഈ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിന് സഹായകരമായിരിക്കും. ആദ്യത്തെ ദിവസം ഒരു ബേസിക്കായ ബ്രീതിങ് ആണ്. ഫൗണ്ടേഷനായി കണക്കാക്കപ്പെടുന്ന ഒരു ബ്രീതിങ് ടെക്നിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ബെല്ലി ബ്രീതിങ്. ഇതിനായി കംഫർട്ടബിളായി ഇരുന്ന ശേഷം ഒരു കൈ നെഞ്ചിലും ഒരു കൈ വയറിലും വയ്ക്കാം. മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസമെടുക്കാം. വയറിനെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്കിത് 3 തവണ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇത് 2-3 തവണ ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാം. രാവിലെയും ഉച്ചയ്ക്കും രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ്. ഓരോ തവണ ചെയ്യുമ്പോഴും 5 മിനിറ്റ് വീതം ചെയ്യാം. ഈ ബ്രീതിങ് ടെക്നിക് ശരിയായ ബ്രീതിങ്ങിന് തുടക്കമിടുവാനും റിലാക്സേഷൻ കിട്ടുവാനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ദിവസം 4-7-8 ബ്രീതിങ് ടെക്നിക് പരിശീലിക്കാം. ഇതിനായി 4 സെക്കൻഡോളം ശ്വാസം അകത്തേക്കെടുക്കാം. അതിനുശേഷം 7 സെക്കൻഡോളം ശ്വാസം ഹോൾഡ് ചെയ്ത ശേഷം 8 സെക്കൻഡോളം ശ്വാസം പുറത്തേക്ക് കളയാം. ഇനി നമുക്കിത് 3 തവണ ചെയ്തു നോക്കാം. ഈ ബ്രീതിങ് ടെക്നിക് ദിവസത്തിൽ 2 തവണ വീതം ചെയ്യാം. പകൽ സമയത്ത് 1 തവണയും രാത്രി കിടക്കുന്നതിന് മുൻപ് 1 തവണയും. ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും 3 മുതൽ 5 മിനിറ്റോളം സമയമെടുത്ത് ചെയ്യാവുന്നതാണ്. ഈ ബ്രീതിങ് ടെക്നിക് നെർവസ് സിസ്റ്റത്തെ, നാഡീവ്യൂഹത്തെ കാം ഡൗൺ ചെയ്യുവാനും അതുപോലെ ഉറക്കത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ദിവസം ബോക്സ് ബ്രീതിങ് ചെയ്യാം. നേവിയിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സായ നേവി സീലുകളും ഹൈ പെർഫോമേഴ്സും ഫോക്കസ് കൂട്ടുവാനായി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീതിങ് ടെക്നിക്കാണിത്. ഇതിനായി 4 സെക്കൻഡോളം ശ്വാസം അകത്തേക്ക് എടുക്കാം. അതിനുശേഷം 4 സെക്കൻഡോളം ശ്വാസം ഹോൾഡ് ചെയ്ത ശേഷം 4 സെക്കൻഡോളം ശ്വാസം പുറത്തേക്ക് കളയാം. ഇനി നമുക്കിത് 3 തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കാം.
ഈ ബ്രീതിങ് ദിവസത്തിൽ 2-3 തവണ പ്രാക്ടീസ് ചെയ്യാം. സ്ട്രെസ് അനുഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോക്കസ് വേണമെന്ന് തോന്നുമ്പോൾ. ഓരോ തവണ ചെയ്യുമ്പോഴും 5 മിനിറ്റോളം എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം. ഈ ബ്രീതിങ് ടെക്നിക് മെൻ്റൽ ക്ലാരിറ്റിക്കായും സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ തിരക്കുള്ള സാഹചര്യങ്ങളിൽ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യുവാനും സഹായിക്കുന്നതാണ്. 4-ാമത്തെ ദിവസം ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീതിങ്. ഇതിനായി ആദ്യം വലതുവശത്തെ മൂക്ക് അടച്ചു വെച്ച ശേഷം ഇടതുവശത്തെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇടതുഭാഗത്തെ മൂക്ക് അടച്ച് വലതുഭാഗത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. വീണ്ടും വലതുവശത്തെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കാം. തുടർന്ന് ഇടതുവശത്തെ മൂക്കിലൂടെ വീണ്ടും ശ്വാസം പുറത്തേക്ക് കളയാം. ഇത് പലതവണ മാറി മാറി ആവർത്തിക്കാം. ഇത് 1-2 തവണ രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ചെയ്യാം. ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീതിങ് ഓരോ തവണ ചെയ്യുമ്പോഴും 5 മുതൽ 7 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. ഈ ബ്രീതിങ് ടെക്നിക് ഒരു ബാലൻസ് കൊണ്ടുവരുവാനും അതുപോലെ ശാന്തത അനുഭവിക്കുവാനും സഹായിക്കുന്നു. 5-ാം ദിവസം ബ്രെത്ത് ഓഫ് ഫയർ എന്ന ബ്രീതിങ് ടെക്നിക്കാണ്. ഇത് കാർഡിയാക് പ്രോബ്ലംസോ ഹൈ ബിപിയോ സ്പൈനൽ ഡിസോർഡേഴ്സോ ശ്വാസകോശപരമായ ഇൻഫെക്ഷൻസോ ഉദരപരമായ പ്രശ്നങ്ങളോ സർജറി ഈ അടുത്ത് കഴിഞ്ഞവരോ ഗർഭിണികളോ ചെയ്യേണ്ടതില്ല. പകരമായി മുൻപ് പറഞ്ഞ ഏതെങ്കിലും ഒരു ബ്രീതിങ് ടെക്നിക് ഈ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മറ്റേതെങ്കിലും ബ്രീതിങ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഈ ഒരു ബ്രീതിങ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആദ്യം സാവധാനം 1-2 തവണ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കാവുന്നതാണ്. ഇനി പാസീവായി അധികം എനർജി ഒന്നും എടുക്കാതെ ശ്വാസം അകത്തേക്ക് എടുത്ത ശേഷം ഫോഴ്സ്ഫുള്ളായി ശക്തിയിൽ ശ്വാസം പുറത്തേക്ക് കളയാം. ഇതുപോലെ. ഇവിടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നതും കളയുന്നതും ഒരേ നീളത്തിലാണ്. അതുപോലെ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ വയറ് ചുരുക്കാം. വയറിലുണ്ടാകുന്ന ചലനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കാം. ഇത് ദിവസത്തിൽ 1 തവണ ചെയ്യാം, രാവിലെയോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോഴോ. ഇത് 30 സെക്കൻഡോളം തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സാവധാനം 1 മിനിറ്റോളം നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. ഇതുപോലെ 1 മുതൽ 3 റൗണ്ട്സ് വരെ ഒരു സെഷനിൽ ചെയ്യാവുന്നതാണ്. അതായത് ഇടയ്ക്കൊന്ന് നിർത്തി 30 സെക്കൻഡ് എന്ന രീതിയിൽ ഒരു സെഷനിൽ ചെയ്യാം. ഈ ഒരു ബ്രീതിങ് ടെക്നിക് എനർജി ബൂസ്റ്റ് കിട്ടുവാനും വ്യക്തത കിട്ടുവാനും ദിവസത്തിന്റെ മധ്യത്തിലുണ്ടാകുന്ന ക്ഷീണം അകറ്റുവാനും സഹായിക്കുന്നു. 6-ാമത്തെ ദിവസം മൈൻഡ്ഫുൾ ബ്രീതിങ് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ കണ്ണുകൾ അടച്ച് ശ്വാസം ആഴത്തിലെടുക്കാം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ നന്ദി തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം ഓർക്കാം. നന്ദിയുടെ അനുഭവം ഹൃദയത്തിൽ നിറയുന്നതായി ഈ സമയം മനസ്സിൽ കാണാം. ഇത് 2 തവണ ദിവസത്തിൽ ചെയ്യാം, രാവിലെയും രാത്രിയും. ഇത് 2-3 മിനിറ്റോളം ഒരു സെഷനിൽ ചെയ്യാവുന്നതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാനും ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരുവാനും സഹായിക്കുന്നു. 7-ാമത്തെ ദിവസം 3 പാർട്ട് ബ്രെത്ത്. ഈ ഒരു ബ്രീതിങ് ടെക്നിക്കിൽ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ആദ്യം വയറിൽ ശ്വാസം നിറയുന്നതായും അവിടെ നിന്ന് റിബ് കേജിൽ ശ്വാസം നിറയുന്നതായും അവസാനം നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് അപ്പർ ചെസ്റ്റിൽ നിറയുന്നതായും കണ്ടുകൊണ്ട് ശ്വാസം എടുക്കാം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ അപ്പർ ചെസ്റ്റിൽ നിന്നും താഴോട്ട് വയറ് വരെ റിവേഴ്സ് ഓർഡറിൽ ശ്വാസം പുറത്തേക്ക് പോകുന്നത് അനുഭവിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയാം. ഇത് കിടന്നുകൊണ്ട് കാലുകൾ മടക്കി വെച്ചോ അല്ലെങ്കിൽ നിവർത്തി വെച്ചുകൊണ്ടോ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഇത് ശ്വാസം മുകളിലേക്കും അതുപോലെ താഴേക്കും നീങ്ങുന്നത് വ്യക്തമായി അറിയാൻ സഹായിക്കുന്നു. ഇത് ദിവസത്തിൽ 1-2 തവണ രാവിലെയും വൈകിട്ടും ചെയ്യാവുന്നതാണ്. ഓരോ സെഷനിലും 5 മിനിറ്റോളം സമയമെടുത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രീതിങ് ടെക്നിക് ഡീപ്പ് റിലാക്സേഷനിലേക്ക് നയിക്കുന്നു.
ഈ പറഞ്ഞ ബ്രീതിങ് ടെക്നിക്സ് കൃത്യമായി പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇവ ഗുണകരമായി തോന്നിയാൽ തുടർന്നും ചെയ്യുന്നത് സഹായകരമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തോന്നിയ നിങ്ങളുടെ മൂഡിനെയും എനർജിയെയും ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ടെക്നിക്സ് പിന്നീട് നിങ്ങൾക്ക് തുടരാവുന്നതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രീതിങ് ടെക്നിക് ഏതെന്നും ഇവ കൃത്യമായി 7 ദിവസം ചെയ്ത ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ അനുഭവപ്പെട്ടുവെന്നും താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്.